ഫ്ലോ കളച്ചല്ലേ അവിടെ മഴ പെയ്യുന്നടാ. അപ്പൊ ഗായ്സ് ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റ വഴി ഇതേ സഹല് ചായ കൊണ്ടൊക്കെ എത്തിയിട്ടുണ്ട്. അടിപൊളി. ടിങ് ടിങ്. വാട്സ്ആപ്പ് ഗൈസ്. ഇപ്പോൾ ഇവിടെ നല്ല മഞ്ഞുണ്ട്, ഇവിടെ നല്ല ഭംഗിയുണ്ട്, പൊട്ടുണ്ട്, ഇവിടെ നല്ല ചായ ഉണ്ട്, ഇവിടെ നല്ല തള്ളുണ്ട്. This is acid. Acid bro. Come on. Acid bro. Ayo. Come on. ഇത് എൻ്റെ ചായ. ബാ. Come on baby. ബാ. കുട്ടിയുടെ അച്ഛൻ വന്നിട്ടുണ്ട്. റോഡ് സൈഡിൽ ആരോ കൊണ്ടിട്ടുണ്ട് വീട്ടിനടുത്ത്. ബ്രോ എത്തലല്ലേ? ഞാൻ ചായ കുടിക്കാം. ഇല്ല ഞാൻ ഒരു കമ്പനി വന്നല്ലേ. എന്റെ വീട്ടിലല്ല. കുട്ടികളല്ലേ ഇപ്പൊ ഉപ്പെടുക്കണോ? എനിക്ക് ഒറ്റ പേടിയാണ്. എടാ ഉപ്പെടുത്തോ സഹലേ? ഉപ്പെടുത്തോ? അപ്പൊ ഗായ്സ് നമ്മളൊരു ട്രക്കിങ്ങിനൊക്കെ ഇറങ്ങുവാണ്. ഓക്കെ. എത്ര നടക്കാണ്ട് സ്ഥലം? എത്ര ഉണ്ട് ഇവിടുന്ന്? ഇവിടുന്ന് ആക്ച്വലി നടക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 2 കിലോമീറ്ററിന് മുകളിലുണ്ട്. കറക്റ്റ് അവിടെ വരെ പോകുന്നില്ല. റെയിനി ഇതായതുകൊണ്ട് നമ്മളൊരു 10-5 കിലോമീറ്റർ പോയിട്ട് അവിടെ ഒരു കോളുണ്ട്. ജസ്റ്റ് അവിടെ അപ്പോൾ ഗായ്സ് നമ്മൾ ട്രക്കിങ്ങിന് ഇറങ്ങിയേക്കാണ് രാവിലെ തന്നെ. നല്ല കാറ്റൊക്കെ കിട്ടും. ന്യൂനമർദ്ദം എന്നാണല്ലേ പറഞ്ഞു കേട്ടെ. ആകാശം കണ്ടില്ല, നല്ല മഴക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഗായ്സ് ഇതാണ് 2ാമത്തെ ദിവസം. അപ്പോൾ ഇപ്പോഴാണ് ഫ്രഷപ്പ് ഒക്കെ ആയത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ ട്രക്കിങ്ങിനൊക്കെ പോയി. പക്ഷേ ഒന്ന് ഫ്രഷപ്പ് ഒന്നും ആയിട്ടില്ലായിരുന്നു. അപ്പോൾ നല്ല കാറ്റാണ് ഇവിടെ, നല്ല കാറ്റാണ്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചത് ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസിലാണ്. എങ്ങനെ അത്ര ആൾക്കാരില്ല ഇതിനകത്ത്. ഓക്കെ
ഓക്കെ ഓക്കെ. അപ്പോൾ ഇനി എൻ്റെ ടേൺ. ഞാൻ വന്ന് മേടിച്ചാൽ മതി അവിടെ. അയ്യോ ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് വെറുതെ വീഡിയോ എടുത്ത്. ആ മരം അവിടെ നിന്ന് മാറ്റോ. അതിൽ ഇപ്രാവശ്യം ഞാൻ സെറ്റ് ചെയ്യും. ഇതാണ് വയനാട്ടിലെ ഏറ്റവും വലിയ ബേഡൻ. നിന്റെ പേര് കളഞ്ഞല്ലോടാ നീ. നിങ്ങളെ വിളിച്ചിട്ടാ നമ്മൾ തന്നെ വിളിക്കാം. ഇത് പൊളിക്കും, ഇത് തലി പൊളിച്ചോ. ആ പൊളി. ഇതിനൊരു എന്താ ഇവിടെ കറക്റ്റ് ഒക്കെ ഉണ്ട്. അതെനിക്ക് തന്നെ വേസ്റ്റ്. അപ്പോൾ ഗായ്സ് ഇന്ന് ഞങ്ങളിവിടെ നിന്ന് ചെക്കൗട്ട് ആവുകയാണ്. ശരിക്കും അടിപൊളി സ്ഥലം, നമുക്കിവിടെ ഒന്നും പോകാൻ തോന്നില്ല. അങ്ങനത്തെ വൈബാണ് ഇവിടെ. നല്ല വ്യൂ ആണ്, 360 വ്യൂ ആണ്. അപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ പോകാൻ തോന്നില്ല. അമ്മാതിരി കാറ്റ്, ക്ലൈമറ്റ്, രാവിലെയൊക്കെ നല്ല തണുപ്പാട്ടോ. അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ അറേഞ്ച് ചെയ്യാം. പിന്നെ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൈക്കിനും വേണമെങ്കിൽ കയറി വരാം. അതുപോലെ തന്നെ പിക്കപ്പും ഡ്രോപ്പും ഇവർ ജീപ്പിൽ ചെയ്തു തരും. അപ്പോൾ അതും ഇൻക്ലൂഡായിട്ടായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തം വണ്ടിക്കാണെങ്കിൽ അങ്ങനെ കയറി വരുന്നത് കുഴപ്പമില്ല. കുറച്ച് ശ്രദ്ധിക്കണം, കുറച്ച് ഓഫ് റോഡാണ്. അപ്പോൾ കുറച്ച് അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അടിപൊളി സ്ഥലമാണ്. പിന്നെ വരുന്നതിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ ബുക്ക് ചെയ്താലാണ് നമുക്കിവിടെ സ്ലോട്ട് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ കാര്യം ഒന്ന് മുമ്പേ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വരിക. പിന്നെ വേറെ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടില്ലേ നിങ്ങൾക്ക് ഇവിടുത്തെ വ്യൂ കാണാൻ പറ്റുമെന്ന് വിചാരിക്കണ്ടേ. അടിപൊളിയാണ്. നമുക്ക് 10 സ്റ്റേ അവൈലബിൾ ആണ്. സെയിം ടൈമിൽ വില്ലാസും അവൈലബിൾ ആണ്. വില്ല വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ടെൻറ്റും. പിന്നെ നൈറ്റൊക്കെ അടിപൊളി കേട്ടോ. ഇന്നലെ കണ്ട പോലെ അടിപൊളി. ഇവിടെയാണ് നമ്മൾ ഗ്യാദർ ചെയ്യുന്നത് നൈറ്റൊക്കെ. പിന്നെ അവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാം. അങ്ങനെ കുറേ ഒരു അടിപൊളി സ്ഥലമാണ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ ഞങ്ങളിന്ന് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാം. പക്ഷേ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല, അത്ര അടിപൊളിയാണ് ഇവിടെ. അടിപൊളി കാറ്റാണ് ഗായ്സ്, അടിപൊളി കാറ്റാണ് ഇവിടെ. ആഹാ നല്ല വൈബ്. മരങ്ങളൊക്കെ നോക്ക്, കാറ്റ് നോക്ക് ഗായ്സ്. അയ്യോ വയ്യേ, കാണാൻ വയ്യേ. ഇവിടെ വന്നേ. അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു യൂട്യൂബറിനെ നമ്മൾ പരിചയപ്പെടുത്താൻ പോവാണ്. നമ്മുടെ സ്വന്തമാണ് ഹാഫിസ്. അപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്തായിരുന്നു? HFZ Vlogs എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. എല്ലാവരും ഇപ്പോൾ തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കനൊക്കെ. അടിപൊളി വീഡിയോസ് ഒക്കെ കേട്ടോ, അടിപൊളി വ്ളോഗറാണ്. ട്രാവൽ വീഡിയോസ് തന്നെയാണ്, മെയിനായിട്ട് റൈഡിങ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഗായ്സ് നമുക്ക് ഇവിടുത്തെ മാനേജറിനെ പരിചയപ്പെടാം. പേര് പറഞ്ഞോളൂ. സഹൽ എന്നാണ്, നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ ഇവിടുത്തെ പാക്കേജിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. നമുക്ക് പെർ ഹെഡ് വരുന്നത് 1500 പെർ ഹെഡ് റേറ്റ്, ഇൻക്ലൂഡഡ് പിക്കപ്പ്, ഡ്രോപ്പ്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, ഈവനിങ് ടീ സ്നാക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ട്രക്കിംഗ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ സജസ്റ്റഡ് പ്ലാന്റേഷൻ വാക്കും ഉണ്ട് ഈവനിങ്. ഇതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടാണ് 1500 വരുന്നത്. അപ്പോൾ പെർ ഹെഡ് 1500 കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ടെൻറ്റ് സ്റ്റേ ആണെങ്കിലും അങ്ങനെ നോക്കാം, ഇല്ലെങ്കിൽ വില്ല ആണെങ്കിലും അങ്ങനെ അവർ അറേഞ്ച് ചെയ്ത് തരും. ഓൾറെഡി ബാഗിൽ തന്നെ ആയിരുന്നല്ലോ. ബ്രേക്ക് കിട്ടുമോ? ഗായ്സ് അപ്പോൾ നമ്മൾ ന്യൂട്രൽ അടിക്കുകയാണ്. പെട്രോൾ ലാഭം.
സോറി പെട്രോൾ അല്ല കേട്ടോ, ഡീസൽ. അതും പറഞ്ഞിട്ട് കമന്റിൽ വന്ന ആകെ സീനായി.